ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും കൃഷ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാഗർ അല്പം ഗൗരവത്തോടെ വന്നിട്ട് ചോദിക്കുകയാണ് കൺമണിയോട്, ആ കനേഡിയൻ ഗ്രൂപ്പിന് കൊടുക്കാനുള്ള ഡിസൈൻ റെഡി ആയി കഴിഞ്ഞോ എന്ന്. ഫൈനൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് സാഗറിനോട് കള്ളം പറയുകയാണ് കൺമണി തൽക്കാലത്തേക്ക്. അത് നന്നായിട്ട് തന്നെ വരണം, പിന്നെ അതിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. ഈ കല്യാണത്തിരക്കിനിടയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് കൺമണിയെ ഞാനത് ഏൽപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ പല പ്രലോഭനങ്ങളും ഉണ്ടാവും. ഏറ്റെടുത്ത ജോലിയിൽ തന്നെയായിരിക്കണം ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കൺമണി അതിനെ എല്ലാത്തിനും തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൃഷ്ണനെ മാറ്റി നിർത്തിക്കൊണ്ട് സാഗർ കൃഷ്ണനോടായിട്ട് പറയുകയാണ്, നിനക്ക് നിന്റെ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ അല്ലെ? എന്തുകൊണ്ടാണ് സാഗർ അങ്ങനെ പറഞ്ഞതെന്ന് കൃഷ്ണന് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ, എടാ, ബലരാമനെ കുറിച്ച് ഇപ്പോഴും ഒരു അറിവുമില്ല, അതിന്റെ വിഷമമൊന്നും നിനക്കില്ലല്ലോ. ബലരാമൻ ഒരു മീറ്റിംഗിലാണെന്നുള്ള പതിവ് ന്യായങ്ങളൊക്കെ കൃഷി പറയുന്നുണ്ടെങ്കിലും സാഗർ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഇത്രയും നാളും അവസാനിക്കാത്ത എന്ത് മീറ്റിംഗ് ആണ് അവനുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. കൃഷ് ആണെങ്കിൽ ഒരു 2 ദിവസത്തെ സാവകാശം കൂടെ സാഗറിനോട് ചോദിക്കുകയാണ്. എന്നിട്ടും ബലരാമേട്ടന്റെ വിവരമൊന്നും ഇല്ലെങ്കിൽ അന്വേഷിക്കാനായി താൻ ഇറങ്ങുമെന്ന് തന്നെ കൃഷി ഏൽക്കുകയാണ്. ബലരാമനെ സാഗറിന്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുമെന്ന് വാക്കും കൊടുക്കുന്നു. സാഗർ പിന്നീടൊന്ന് സമാധാനിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മാനസ ജയമോഹനും ഹേമയ്ക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാരി വലിച്ച ആർത്തിയോടെയാണ് ആഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ പറയുകയാണ്, എന്നാലും ആഹാരത്തിന് ഇത്രയും രുചിയുണ്ടോ? അവിടെ ചോറെന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, അതിന്റെ മുകളിലോട്ട് വെള്ളം പോലൊരു കറിയും ഒഴിക്കും. എന്നാൽ ഇത്രയും പറഞ്ഞതും ഹേമയ്ക്ക് അതൊക്കെ കേട്ട് വിഷമമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനസയോട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഇനി പറയേണ്ടെന്ന് തന്നെ ഹേമ പറയുകയാണ്. എന്നാൽ മാനസ പറയും, ഞാൻ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അനുഭവങ്ങളൊന്നും അറിയിച്ചെന്നേ ഉള്ളൂ. വൈകുന്നേരം 6 മണിക്ക് എല്ലാവരെയും തിരിച്ച് സെല്ലിൽ കയറ്റിയിട്ട് താഴിട്ട് പൂട്ടും. അതോടെ നെഞ്ചൊന്ന് പിടയ്ക്കും. കൂട്ടിലായി കഴിഞ്ഞു എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടും. മാനസയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഹേമയ്ക്ക് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. ജയമോഹനോടായിട്ട് പറയും, ജയമോഹ, ഇവളോടൊന്ന് നിർത്താൻ പറ. മാനസേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകും കേട്ടോ. എന്നാൽ മാനസ പറയും, സോറി, ഞാൻ നിർത്തിയെന്ന്. തുടർന്ന് ഹേമ ജയമോഹനോടായിട്ട്, ജയമോഹൻ, ഇനി ഇവളെ വീട്ടിലിരുത്തണ്ട. അലിഗയിൽ സസ്പെൻഷനിലല്ലേ, മറ്റെവിടെയെങ്കിലും ഒന്ന് എൻഗേജഡ് ആക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ജയിലിലെ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹേമ പറഞ്ഞതും മാനസ ജയമോഹനോടായിട്ട് പറയും, അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛൻ ആരുടെ അടുത്ത് റെക്കമെൻഡ് ഒന്നും ചെയ്യാൻ പോരണ്ട. പക്ഷെ ജയമോഹനും ഹേമ പറഞ്ഞവനോട് യോജിച്ചുകൊണ്ട് തന്നെ നീ ഏതെങ്കിലും വർക്കിൽ ആക്റ്റീവ് ആവണമെന്ന് തന്നെ പറഞ്ഞപ്പോൾ മാനസ തന്റെ തീരുമാനം അറിയിക്കുകയാണ് അവരെ. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നുണ്ടെങ്കിൽ അത് അലിഗയിൽ തന്നെയായിരിക്കും. അച്ഛൻ അവിടെ നല്ല ഷെയർ ഇല്ലേ, പക്ഷെ അച്ഛൻ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഒരു ദിവസം പോലും അച്ഛൻ അങ്ങോട്ട് പോകുന്നുമില്ല. അവിടെ കൃഷും ദേവ്ജിയും സാഗറൊക്കെ കൂടെ കാര്യങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് താൻ പോകാത്തതെന്ന് ജയമോഹൻ പറഞ്ഞപ്പോ മാനസ പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ്, പിന്നെ അവരെല്ലാം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അങ്ങനെയാണല്ലോ എന്നെ പുറത്താക്കിയതും. മാനസ പറഞ്ഞതിലും ചെറിയൊരു കാര്യമുണ്ടെന്ന് ഹേമയ്ക്കും തോന്നിപ്പോവുകയാണ്. നമുക്കും നല്ലൊരു ഷെയർ ഉള്ള സ്ഥാപനമാണല്ലോ അലിഗ. ആ ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് മാനസയെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അപ്പൊ പിന്നെ അവിടെ തന്നെ തിരിച്ചു കയറുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. മാനസ പറഞ്ഞ പോലെ മറ്റൊരിടത്ത് റെക്കമെൻഡേഷനുമായിട്ട് പോവുകയും വേണ്ട. എന്നാൽ രണ്ടുപേരും അങ്ങനെ പറഞ്ഞിട്ടും ജയമോഹൻ അതത്ര സമ്മതമാവുന്നില്ല. അത് കാണുന്ന മാനസയാകട്ടെ ജയമോഹന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഒരു തന്ത്രമൊക്കെ പ്രയോഗിക്കുകയാണ്. സ്വയം ഇങ്ങനെ പറയുകയാണ്, അച്ഛന്റെ ഐഡിയോളജിക്ക് അതൊന്നും ശരിയാവില്ല, ഞാനിങ്ങനെ സസ്പെൻഷനിലും ജയിലിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞോളാം. അലിഗ കൺമണിക്കുള്ളത്. കൃഷുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ അവളാകും അവിടുത്തെ MD. പിന്നെ അലിഗ പോയിട്ട് അതിന്റെ 7 ഏലത്ത് പോലെ എനിക്ക് അടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് ചെന്ന ആട്ടി ഓടിക്കും എന്നെ ആ കൺമണി. ജയമോഹനും പിന്നെ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. മിക്കവാറും മാനസയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ജയമോഹൻ അറിയിക്കാൻ പോകുന്നത്. അതിനുശേഷം കൺമണിയുടെ പ്രോഗ്രാം TV-യിൽ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും അക്ഷമരായിട്ട് TV-യുടെ മുന്നിൽ തന്നെ ഉണ്ട്. ധനലക്ഷ്മി എല്ലാവരോടും പ്രത്യേകം പറയുന്നുണ്ട്, ആ മൊബൈലൊക്കെ ഒന്ന് ഓഫ് ചെയ്യണം. TV-യിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് വേറെ ഒരു സൗണ്ടും പാടില്ല എന്ന്. പ്രോഗ്രാം എടുക്കുന്ന സമയമാവും തോറും കൺമണിക്ക് ടെൻഷൻ വരികയാണ്. കൺമണി എല്ലാവരോടുമായിട്ട്, നിങ്ങളെല്ലാവരും പ്രോഗ്രാം കണ്ടാൽ മതിയെന്നും എനിക്ക് ചമ്മല. അങ്ങനെ കൺമണി റൂമിലേക്ക് എണീറ്റ് പോകാൻ തുടങ്ങുന്നതും സുലോചന അതിന് സമ്മതിക്കുന്നില്ല. പ്രോഗ്രാം കഴിഞ്ഞിട്ട് എണീറ്റാൽ മതി എന്ന് പറഞ്ഞ് കൺമണി അവിടെ തന്നെ പിടിച്ചിരുത്തുകയാണ്. ശ്രീനിയും കൺമണിയോട് പറയാണ്, എന്താ കൺമണി മോളെ ഇത്, നിന്റെ കൂടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കൺമണിയുടെ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു. TV-യിൽ എല്ലാവരും പ്രോഗ്രാം എല്ലാം ആസ്വദിച്ചാണ് കാണുന്നത്. മാനസയുടെ വീട്ടിലും അതേ പ്രോഗ്രാം തന്നെ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജയമോഹനും ഹേമയും കൂടിയിട്ട്. ആ സമയത്താണ് മാനസയും അങ്ങോട്ട് വരുന്നത്. കൺമണിയെക്കുറിച്ച് അവതാരക പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ട് മാനസയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. അതുമാത്രമല്ല, കൺമണിയെക്കുറിച്ചുള്ള സാഗറിന്റെയും സുജാതയുടെയും കൃഷിന്റെയും കൃപയുടെയും ഒക്കെ നല്ല വാക്കുകൾ കേട്ട് അസൂയയും ദേഷ്യവും തോന്നുന്ന മാനസ തനിക്കിനി അത് കാണണ്ടെന്നുള്ള രീതിയിൽ TV അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ്. കൺമണിയുടെ വീട്ടില് എല്ലാവരും പ്രോഗ്രാം ആസ്വദിച്ചിരുന്ന് കാണുകയാണ്. പ്രോഗ്രാം കഴിഞ്ഞതും ഗോകുല് കൈ അടിക്കുന്നുണ്ട്.
എന്നിട്ട് കൺമണിയോട് പറയും, അപ്പേ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, നീ സൂപ്പർ കൺമണി തന്നെയാണെന്ന് സുലോചനയും കൺമണിയെ കുറിച്ച് പറയുന്നു. കൺമണിക്ക് ഇതൊക്കെ കേട്ട് ഒത്തിരി സന്തോഷം. ശ്രീനിയും കൺമണിയോടായിട്ട് ഇതിൽ പറഞ്ഞ പോലെ എന്നെ സഹായിക്കാൻ പെയിന്റുമായിട്ട് കൂടെ വന്നതാണ് നീ, ഇപ്പതാ ആകാശം മുട്ട ഉയരത്തിൽ നിൽക്കുന്നു. ഇതിലും വലിയൊരു സന്തോഷം അച്ഛന് വേറെ എന്താ കിട്ടാനുള്ളത്? ധനലക്ഷ്മിയും കൺമണിയോടായിട്ട് ഒരു ചൊല്ലുണ്ടല്ലോ, പൂവിനാലെ വാഴനാരിന് മോക്ഷമെന്ന്. അതായത് പൂ കാരണം മാല കെട്ടുന്ന വാഴനാരിനും ദൈവത്തിന്റെ ദേഹത്തിൽ തൊടാൻ പറ്റില്ലേ, അങ്ങനെ വാഴനാരിനും മോക്ഷം കിട്ടുമെന്ന്. ഇവള് കാരണമൊന്നും നമുക്ക് ടി വിയിൽ വരാൻ പറ്റിയില്ലേ, 10 പേരെ മുഖം കാണിക്കാനും പറ്റി. സുലോചന പറയുന്നുണ്ട്, നാളെ മുതൽ നമുക്കെന്തായാലും റോഡിലിറങ്ങി നടക്കാൻ പറ്റില്ല, നമ്മളെ കണ്ടാൽ ചുറ്റും ആൾക്കാർ കൂടുമല്ലോ. രണ്ടുപേരുടെയും വാക്കുകൾ കേട്ട് കൺമണി ചിരിക്കുന്നുണ്ട്. ധനലക്ഷ്മി ചോദിക്കുകയാണ്, ആ മാനസയും കണ്ടു കാണുമല്ലേ, അവൾ അറിയട്ടെ നിന്റെ വില, വരട്ടെ കല്യാണം കൂടെ കഴിയട്ടെ, അപ്പം നമുക്ക് എല്ലാത്തിനുള്ള കണക്ക് തീർക്കാമെന്ന് പറയുകയാണ് സുലോചനയും. അപ്പോഴാണ് സുലോചന കൃഷ്ണനെ പറ്റി ഓർമ്മിപ്പിക്കുന്നത്. നീ കൃഷ്ണനെ വിളിച്ചില്ലേ എന്ന് കൺമണിയോട് ചോദിക്കുന്നത്. കൺമണി നാളത്തോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പൊ ധനലക്ഷ്മിയും സുലോചനയും കൂടെ കൃഷ്ണനെ വിളിക്കാൻ തന്നെ നിർബന്ധിക്കുന്നു. കൺമണി കൃഷ്ണനെ വിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കൃഷി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കൺമണി കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയും, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാൻ പോവുകയായിരുന്നു, ഞങ്ങൾ ഇവിടെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞു, അവിടെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ടിരുന്നു, പക്ഷേ എനിക്കതിലൊരു കുറവ് ഫീൽ ചെയ്തു, ഒരു മുത്തുകവിന്റെ കുറവ്. അത് കേൾക്കുന്ന കൺമണി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സാറിന് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? പിന്നെ പ്രോഗ്രാം കണ്ട് എന്നെ വേറെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് കേട്ടോ, അല്ല പ്രോഗ്രാമിൽ ഞാൻ ഓക്കെ ആയിരുന്നു എന്ന് കൺമണി ചോദിക്കുന്നതും. നാളെ മുതൽ നിന്റെ പുറകെ ഒരു പടം തന്നെ ഉണ്ടാവും, സെൽഫി എടുക്കാനും സംസാരിക്കാനും ഒക്കെ. ആരെങ്കിലും നോക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്താൽ നിന്നെ തീർത്ത് കളയുമെന്നൊക്കെ തമാശയ്ക്ക് കൃഷി പറയുന്നത് കേട്ടിട്ട് ഈ പാവത്തിനെ അങ്ങ് വിട്ടേക്കാനും സാറ് ഈ പറഞ്ഞത് തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. അലിഗയുടെ MDയുടെ പുറകെ ആയിരിക്കും ഇനി ഫാൻസിന്റെ ബഹളം. ആരെങ്കിലും മൈൻഡ് ചെയ്തും ഞാൻ അറിഞ്ഞ സത്യമായിട്ട് ഞാൻ തീർത്ത് കളയും. അങ്ങനെയാണ് കൺമണി തിരിച്ചു പറയുന്നത്. പക്ഷെ കൃഷി പറയും, എന്റെ കൂടെ അടുക്കാൻ വരുന്നത് ഒരാളേ ഉള്ളൂ, അതെന്റെ കൺമണിയെ. സാഹിത്യത്തിൽ പറഞ്ഞ അപ്പോഴേ എന്റെ ഈ മനസ്സിന്റെ വാതിലുകൾ തുറക്കുകയുള്ളൂ. ആ പെണ്ണ് ആരാണെന്ന് ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. ഇനി നമ്മുടെ ലോകത്തിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. ഇതൊക്കെ കേട്ട് കൺമണി സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം കൃഷി ആവശ്യപ്പെടാതെ തന്നെ സ്നേഹത്തോടെ ഒരു മുത്തുകവും ഫോണിലൂടെ കൃഷിന് നൽകുകയാണ് കൺമണി. കൃഷിനും സന്തോഷമായി. കൺമണി അങ്ങനെ കൃഷ്ണനോട് സംസാരിച്ച് റൂമിൽ നിന്നും പുറത്തു വരുന്നതും ധനലക്ഷ്മിയും സുലോചനയും കൂടെ കൺമണിയെ കളിയാക്കുന്നൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ധനലക്ഷ്മി കൺമണിയോടായിട്ട്, മോളെ ഈ നിമിഷങ്ങളാണ് ജീവിതത്തിന്റെ സന്തോഷങ്ങൾ, എന്തായാലും നിന്റെ കല്യാണം ഞങ്ങൾ അങ്ങ് ആഘോഷമാക്കും, അതൊരു പൊടി പൂരമായിരിക്കും എന്നിങ്ങനെ ധനലക്ഷ്മിയും സുലോചനയും ഒരേ സ്വരത്തിൽ ആവേശത്തോടെ പറഞ്ഞപ്പോ കൺമണിയുടെ ഉള്ളിലും സന്തോഷത്തിന്റെ 1000 പൂത്തിരികൾ തെളിഞ്ഞു. അതിനുശേഷം മാനസ സുമിത്രയെ വിളിച്ചിട്ട്, ആന്റി കണ്ടായിരുന്നോ അവളെക്കുറിച്ചുള്ള ആ പ്രോഗ്രാം TV-യിൽ എന്നിങ്ങനെ ചോദിക്കുന്നതും കണ്ടുവെന്ന് മറുപടി കൊടുക്കുകയാണ് സുമിത്ര. അപ്പൊ മാനസ് പറയും, എനിക്ക് എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാനാ തോന്നിയത്, അവളെക്കുറിച്ച് കൃഷ്ണന്റെ വീട്ടുകാർ പറഞ്ഞത് കേട്ടില്ലേ, അവളുടെ സ്ഥാനത്ത് ഞാനല്ലായിരുന്നു ആന്റി നിൽക്കേണ്ടത്, എന്നെയല്ലേ യൂത്ത് ഐക്കണായിട്ട് കാണിക്കേണ്ടിയിരുന്നത്, അച്ഛനും അമ്മയും ആണെങ്കിലും ആകെ തകർന്നിരിക്കുകയാണെന്നെല്ലാം മാനസ പറഞ്ഞതും നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാനസ, നിന്റെ വേദനയൊക്കെ പക്ഷെ മാറാൻ പോവുകയാണ്. കൺമണി സാഗര കുടുംബത്തിന് കയറുന്നതിന് മുമ്പ് നീ അവിടെ മരുമകളായിട്ട് എത്തും. എന്നാൽ മാനസയ്ക്ക് അതിലത്ര വിശ്വാസമൊന്നും തോന്നുന്നില്ല. എന്റെ പ്രതീക്ഷകളൊക്കെ അവസാനിച്ചുവെന്നും ആന്റി പറയുന്നതൊന്നും നടക്കുമെന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് മാനസ പറഞ്ഞത് കേട്ട്, നിനക്കെന്നെ അപ്പൊ വിശ്വാസം ഇല്ലേന്ന് സുമിത്ര ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. എന്നാൽ മാനസ പറയും, അങ്ങനെയല്ല, കൃഷിന്റെയും കൺമണിയുടെയും വിവാഹത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെയല്ലേ ഉള്ളൂ, അതിനിടയിൽ ഇനി എങ്ങനെയാ ആന്റി ബലരാമനും ഞാനുമായിട്ടുള്ള വിവാഹം നടത്തുന്നേ, ബലരാമനെ കൊണ്ട് എങ്ങനെയാ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ നോക്കുന്നേ? എന്നാൽ സുമിത്ര വീണ്ടും ഉറപ്പ് കൊടുക്കുകയാണ് മാനസയ്ക്ക്, നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട, വേണ്ട രീതിയിൽ തന്നെ ഞാൻ എല്ലാം നടത്തും എന്ന് പറഞ്ഞിട്ടാണ് സുമിത്ര ഫോൺ വെക്കുന്നത്. സുമിത്രയുടെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിലെ രഹസ്യം മനസ്സിലാക്കാനാവാതെ മാനസയ്ക്ക് പകച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ. അതിനുശേഷം കാണിക്കുന്നത് ആകെ അസ്വസ്ഥനായിരുന്ന ബലരാമൻ ഒടുവിൽ നിയന്ത്രണം വിട്ടതുപോലെ ഗുണ്ടകൾ നിൽക്കുന്ന മുറിയുടെ വാതിലിൽ ചെന്ന് മുട്ടുകയാണ്. അവര് വാതിൽ തുറന്നതും കിതച്ചുകൊണ്ട് ബലരാമൻ കാര്യം പറയുകയാണ്. അതായത് ഭാഗ്യശ്രീക്ക് നല്ല പനിയുണ്ട്, അവളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന്. എന്നാൽ ബലരാമന്റെ വാക്കുകളൊക്കെ പരിഹാസ രൂപേണ തള്ളിക്കളയുകയാണ് ഗുണ്ടകൾ. ആശുപത്രിയിലേക്ക് പോകണോ അതോ ആശുപത്രി ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം വീണ്ടും അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ബലരാമൻ. അവൾക്ക് നല്ല പനിയുണ്ട്, പനിച്ചു കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, ഒരു ദിവസം പനിച്ചാൽ ആരും ചത്തുപോയില്ലടാ എന്ന് പരിഹാസത്തോടെ ഗുണ്ടകൾ പറഞ്ഞത് കേട്ടതും അത് കേട്ട് ദേഷ്യം വരികയാണ് ബലരാമന്. ഗുണ്ടയുടെ ഷർട്ടിന്റെ കോളറിലൊക്കെ കുത്തിപ്പിടിച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്റെ നിസ്സഹായാവസ്ഥ ഓർത്ത് ബലരാമൻ വീണ്ടും കൈകൂപ്പി യാചിച്ചു, എന്റെ അനിയത്തിക്ക് നല്ല പനിയാണ്, നിങ്ങൾ ആരുടെങ്കിലും ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവൾക്ക് ഒരു മരുന്നെങ്കിലും എത്തിച്ചു തരാൻ ബലരാമൻ ആവശ്യപ്പെടുമ്പോൾ ഗുണ്ടകൾ എന്നിട്ടും കേട്ടില്ല. മരുന്നും മാങ്ങാത്തലയും ഒന്നും എത്തിക്കാൻ ഞങ്ങൾക്ക് ആരുടെ അനുമതിയില്ലെന്നും അധികം സംസാരിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കെന്നും പറഞ്ഞ് അവർ ബലരാമനെ ആട്ടിപ്പായിക്കുകയാണ്. ബലരാമന്റെ മുഖത്തിന് നേരെ വാതിൽ കൊട്ടി അടയ്ക്കപ്പെട്ടപ്പോൾ ഭാഗ്യശ്രീയുടെ അവസ്ഥയോർത്ത് ബലരാമൻ ആകെ തകർന്നു നിൽക്കുന്നു. അതേസമയം ഈ ബഹളമെല്ലാം കേട്ട് ഭയന്നുകൊണ്ട് ഭാഗ്യശ്രീ അങ്ങോട്ട് വരുന്നു. ബലരാമന്റെ അസ്വസ്ഥത കണ്ട് ഭാഗ്യശ്രീ ചോദിക്കുകയാണ്,
ഏട്ടൻ എന്തിനാണ് അവരോടൊക്കെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ബെല്ലാമിനെ ആശ്വസിക്കാൻ പറ്റുന്നില്ല. ഭാഗ്യശ്രീയെ തൊട്ട് നോക്കിയിട്ട് ഇപ്പോഴും നല്ല ചൂടുണ്ടെന്നും മരുന്ന് കഴിക്കാതെ ഇത് മാറില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഭാഗ്യശ്രീ ബെല്ലാമിന്റെ കൈകൾ തടവി ആശ്വസിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലെന്നും ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഏട്ടൻ എന്റെ കൂടെ ഇല്ലേ, എന്റെ ശരീരം ഒന്നും തളർന്നു പോയിട്ടുണ്ടാവാം, പക്ഷെ എന്റെ മനസ്സ് തളർന്നിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് ഭാഗ്യശ്രീ തന്റെ തളർച്ചയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് അവിടെയുള്ള സോഫയിലേക്ക് മെല്ലെ ചായുകയാണ്. അതിനുശേഷം ഷാജി എന്നുള്ള ഗുണ്ട സുമിത്രയെ ഈ വിവരം അറിയിക്കുന്നുണ്ട്. മാഡത്തിന്റെ മോൾക്ക് നല്ല പനിയുണ്ടെന്ന് പറഞ്ഞ് ആ ബെല്ലാമൻ ആകെ ഒച്ചപ്പാടുണ്ടാക്കുകയെ അവനെ ഇടിച്ചൊതുക്കിയേക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയും, വേണ്ട, ഇനി അവനെ ഉപദ്രവിക്കണ്ട, അവനെ കൊണ്ട് വേറെ ചില ആവശ്യങ്ങൾ എനിക്കുണ്ട്, എന്തായാലും അവൻ ആവശ്യപ്പെട്ടത് നീ കൊടുക്കണം, അവളുടെ അസുഖം മാറണം. സുമിത്രയുടെ കൽപ്പന കേട്ട് ഗുണ്ടകൾ പിന്നെ മരുന്നെല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ബെല്ലാമന്. ബെല്ലാമൻ പിന്നെ ഭാഗ്യശ്രീ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുകയാണ്. മരുന്ന് കഴിച്ചു കഴിഞ്ഞതും ഭാഗ്യശ്രീ ബെല്ലാമനോടായിട്ട് ഇനി ഞാൻ ഓക്കെയാണ്, ഏട്ടൻ പോയി കിടന്നുറങ്ങാൻ നോക്കെന്ന് പറയുന്നതും നിന്റെ പനി മാറിയിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ എന്നാണ് ബെല്ലാമിന്റെ നിലപാട്. ശേഷം ഭാഗ്യശ്രീ ബെല്ലാമിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി ആ ഗുണ്ടകളുമായിട്ടൊന്നും വഴക്കിടരുത്, ലോകത്ത് ആർക്കും കാണില്ല ഇതുപോലൊരു അമ്മ, ഏത് മാർഗത്തിലൂടെയും ഏട്ടൻ ഇവിടുന്ന് രക്ഷപ്പെടണം, അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, കുഴപ്പത്തിലാക്കുന്ന ഒന്നായിരിക്കും. ഇതെല്ലാം കേട്ടിട്ടും ബെല്ലാമൻ പറയുന്നത്, ഇപ്പൊ ഞാൻ അതൊന്നും അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല, ഇപ്പൊ നിന്റെ ഈ പനിയൊന്ന് കുറയണം, അത് മാത്രമേ എന്റെ മുന്നിലുള്ളൂ. പിന്നീട് വളരെ കരുതലോടെ ബെല്ലാമൻ തന്നെ ഭാഗ്യശ്രീക്ക് കിടക്കാൻ പുതപ്പ് വിരിച്ചു കൊടുക്കുകയും പനി കൊണ്ട് വിറയ്ക്കുന്ന തന്റെ അനിയത്തിക്ക് ഒട്ടും അസ്വസ്ഥത ഉണ്ടാകരുതെന്ന് കരുതി ഭാഗ്യശ്രീ ഉറങ്ങുന്നതുവരെ അരികിൽ തന്നെ ഇരിക്കാനും മറക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ കൺമണി ഒന്ന് വൈകിയാണ് ഉണർന്നത്. ശ്രീനിവാസൻ വന്ന് കൺമണിയെ വിളിച്ചുണർത്തി. ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ കൺമണി താൻ വരച്ച ഡിസൈൻ ശ്രീനിവാസനെ കാണിച്ചു കൊടുത്തപ്പോൾ ശ്രീനിവാസൻ ആ ഡിസൈനിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് കൺമണി ആകാംക്ഷയോടെ ചോദിക്കുകയാണ്, അച്ഛൻ ഈ ഡിസൈൻ ഇഷ്ടമായോ എന്ന്. അതിനൊരു പുഞ്ചിരിയോടെ ശ്രീനിവാസൻ തലയാട്ടി. എന്നിട്ട് പറയുകയാണ്, രാത്രി ധനലക്ഷ്മി പറഞ്ഞത് നീ കേട്ടതല്ലേ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്, ദൈവം അനുഗ്രഹിച്ച കൈവിരലുകളാണ് നിന്റേത്, ഈ കൈകൾ കൊണ്ട് തുടങ്ങുന്നതെല്ലാം അതിമനോഹരമാകും, ഈ ഡിസൈനും നിനക്ക് വലിയ അംഗീകാരങ്ങൾ നേടിത്തരും എന്ന്. അച്ഛന്റെ ആ വാക്കുകൾ കൺമണിയുടെ മനസ്സ് നിറച്ചു. എനിക്ക് സന്തോഷമായി അച്ഛാ, ഞാനെന്തായാലും പോയി റെഡിയാവട്ടെ, ഈ ഡിസൈൻ നേരത്തെ തന്നെ ഓഫീസിൽ എത്തിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞ് ആ ആവേശത്തിൽ കൺമണി ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു.